ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീച്ചിട്ട് ഞാനിതാ അങ്ങനെ പുറത്ത് പൂക്കളും ചെടികളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതാ കുറേ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതുതായി സൂര്യകാന്തിയിലൊരു പൂ വിരിഞ്ഞിരിക്കുകയാണ്. സൂര്യകാന്തി തന്നെയാണ് അതിന് പറയുക. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഇന്ന് രാവിലെ ഇതാ പുട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പുട്ട് പെട്ടെന്നുള്ളൊരു പ്ലാനായത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രമോട്ടൻ പറഞ്ഞാൽ പഴം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് മിഴിയും പ്രമോട്ടനും കൂടി പഴം മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇവർ പഴം മേടിക്കാനെന്ന് പറഞ്ഞിട്ട് കുറേ കറങ്ങിയിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ച് വന്നത്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വരികപ്പോഴേക്ക് പിന്നെ ഇവർ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇവർ തിരിച്ച് വന്നിട്ട് ആ പുട്ടും പഴമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിഴിക്ക് ഇപ്പം അങ്ങനെ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ എങ്ങനെയെങ്കിലും തന്നെ കുറച്ച് കഴിക്കാൻ പഠിച്ചാലുള്ളൂ ശരിയാകും. അപ്പോൾ അവളതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതാ എന്നിട്ട് ഞാൻ പെട്ടെന്നൊരു മോരുകറിയൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. ഇന്ന് ഏട്ടൻ്റെ കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ ഞങ്ങൾ മണക്കാട് ബഡാ ബസാറിലാണ് പോയത്. അവിടെ ഇപ്പോൾ അതാ എല്ലാം ഒരു കുടക്കീഴെന്ന് പറഞ്ഞ മാതിരി ഇഷ്ടം പോലെ സാധനങ്ങളാണ്. സ്കൂളിലേക്ക് വേണ്ടതും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ എടുത്തിയപ്പോൾ എന്തോ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തതിന് പിന്നെ പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അവിടെ അടുത്ത് തന്നെയുള്ള അച്ചായൻസ് പറഞ്ഞ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അത് ആ മിഴി കണ്ടു. മിഴി ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് കുട്ടികളെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അവിടെ ചേച്ചിമാർ ഏട്ടന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അക്വേറിയം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മിഴി ഇങ്ങനെ മീനിനെയൊക്കെ നോക്കി കളിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ എത്തിയമ്മ ഇങ്ങനെ യൂണിഫോമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിതാ അവിടെ ഒരു കുട്ടി മിഴിയുടെ കൂടെ കളിക്കുന്നുണ്ട്, അതൊക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ 2 മോഡൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മിഴിയും അവളുടെ ഏട്ടനും കൂടി പറഞ്ഞിട്ട് അവളുടെ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറി. അപ്പോൾ പിന്നെ അതൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്ക് ഇതാ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ഒരു മൂവിക്ക് പോയി. കറുപ്പ് മൂവിയായിരുന്നു, സൂര്യയുടെ നല്ല മൂവിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഇതാ പ്രമോട്ടനും മിഴി പ്രമോട്ടനെ വലിച്ചും കൊണ്ട് പോകുന്നുണ്ട്. അവൾക്ക് ഇത് അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറയണം. അവൾക്കറിയാത്ത സാധനങ്ങളില്ല അവിടെയുള്ള സകല സാധനങ്ങളുടെ പേര് അവൾക്കറിയാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളുടെ ഒരു സ്ട്രോബെറി ഐസ്ക്രീം എന്ന് അറിയുള്ളൂ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എൻ്റെ മുന്നിൽ ഷോ ഇറക്കുകയാണ്. അപ്പോൾ ഞാൻ പോയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രമോട്ടർ അവിടെ നിന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്, വീണ്ടും കാണാം.